എന്താ ചായ ഇടാനത്ര താമസം? നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക്, രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്ത, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാണ്. പണസംബന്ധമായിട്ട് നിങ്ങൾ തയ്യാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പോലീസാണെന്ന് തോന്നുന്നു. പോലീസാണ്. പോലീസ് വരട്ടെ, ഞാൻ എല്ലാവരോടും തുറന്നു പറയും. അരുത്, അത് അപകടമാണ്. മാറൂ, നിങ്ങൾ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. എന്താ നിങ്ങൾക്ക് പോലീസിനെ കാണുമ്പോ എത്ര ഭയം? ഇൻസ്പെക്ടർ, എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, പോലീസിനോടൊന്നും പറയരുത്. അത് അപകടമാണ്. പ്ലീസ് ഒന്നും പറയരുത്. ബി നോർമൽ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു ഭാവമാറ്റം? ഒന്നുമില്ല. പേടിച്ചു അല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി. കണ്ടു കിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ചു ബോധവുമില്ലാതെ ഇന്നലെ മോർച്ചറി വന്ന് കയറി. എന്താ അവന്റെ പേര്? ശ്രീകുമാർ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. കിട്ടും, അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോന്ത ഞാൻ ഇടിച്ചു വരത്തും, ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്കെന്താ എന്നോടൊരു ബഹുമാനമില്ലാത്തത്? ഞാൻ SI ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുന്നതാ. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അതെന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. മേലിൽ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട. വിജയൻ തന്നെ ഇറങ്ങി. എന്താ ഇത്ര തിടുക്കം? 100 കൂട്ടം കാര്യങ്ങളല്ലേ സാർ. ഒരു ബിസിനസ് പാർട്ടി മീറ്റ് ചെയ്യാനുണ്ട്. ശരി, ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു. നാളെ വേറെ ഒരു പരിപാടി ഇടരുത്. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. 5 ബർത്ത്ഡേയാ. ലളിത പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്ത് ജോലി തിരക്ക്? കൊള്ളാം, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല പാർട്ടിയാ. ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ തഴഞ്ഞാനല്ലേ. ശരി, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ശരി, അപ്പോ നാളെ കാണാം.
ടാറ്റാ. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ. മാമൻ എന്താ വാങ്ങിച്ചു തരണ്ടേ? ഇത് പാക്ക് ചെയ്യൂ. അതെ, ആടോട് മതി. ഇരിക്കൂ, എല്ലാവരും പ്ലീസ്. ആഹാ, വിജയചന്ദ്രൻ എത്തില്ലോ. വരൂ വരൂ വരൂ. സർ, ആം ഐ ലേറ്റ്? കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന സ്റ്റൈലാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു അങ്കിൾ. മോളെ, വിജയചന്ദ്രനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അച്ഛനെന്താ അങ്ങനെ ചോദിച്ചത്? അയാൾ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. മോളൂടെ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛന് സമാധാനമായിട്ട് മരിക്കാമായിരുന്നു. അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛാ, വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവർ. അങ്ങനെ ഒരാളാവുമ്പോ പിന്നെ അതല്ലേ നല്ലത്. അഞ്ജുവിനാണെങ്കിൽ വിജയചന്ദ്രന് വലിയ കാര്യമാണ്. വേണ്ട, അത് വേണ്ട അച്ഛാ. വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. അഞ്ജു, വാ മോളെ, പോവാം.